നമസ്കാരം, ഗുൽമോഹർ എഡ്യു ടി വിയിലേക്ക് സ്വാഗതം. അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിക്കാമെന്ന ഘട്ടത്തിലേക്ക് സിറിയയിലെ ആഭ്യന്തര യുദ്ധം എത്തിയിരിക്കുന്നു. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ് വിമത സൈന്യം ഹയാത്ത് തഹരീർ അൽ ഷാം അഥവാ HTS വളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി വിമത സൈന്യം അവകാശപ്പെട്ടു. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് തീരെ ദുർബലമാണ്. വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തിയെന്ന് HTS തലവൻ അഹമ്മദ് അൽ ഷാറ വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടു. സിറിയയിൽ ഇനി എന്ത് എന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ ഇടപെടാനില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. സിറിയൻ സർക്കാരിന് എല്ലാ സഹായവും നൽകുമെന്ന് ഇറാൻ അറിയിച്ചു. ഓരോ നിമിഷവും ദമാസ്കസിൽ ബഷാർ അൽ അസദ് ഭരണകൂടം വീഴാനുള്ള സാധ്യത കൂടുകയാണെന്ന് അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കുന്നു. അസദ് സൈന്യത്തിലെ 2000 പേർ ഇറാഖിൽ അഭയം തേടിയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. അതേസമയം താൻ രാജ്യം വിടുമെന്ന അഭ്യൂഹങ്ങൾ പ്രസിഡന്റ് ബഷാർ അൽ അസദ് തള്ളി. ആഭ്യന്തര കലാപത്തിന്റെ ഉറവിടമായ ദറാ പ്രവിശ്യയും വിമതർ വീഴ്ത്തി. മറ്റ് വിമത സംഘങ്ങൾ ലബനാൻ ഇറാഖ് അതിർത്തികളുടെ നിയന്ത്രണവും പിടിച്ചെടുത്തു. ഇറാന്റെയും റഷ്യയുടെയും ഷിഈ സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെയാണ് നേരത്തെ ഇവിടെ നിന്ന് വിമതരെ ബഷാർ അൽ അസദിന്റെ സൈന്യം തുരത്തിയിരുന്നത്. ആ പ്രദേശങ്ങളെല്ലാമാണ് ഇപ്പോൾ വിമതർ തിരിച്ചു പിടിക്കുന്നത്. കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയൊരു മുന്നറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്ക് യാത്ര ചെയ്യരുത് എന്നാണ് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് വേഗം നാട്ടിലേക്ക് മടങ്ങാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. UN ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം പേരെയും സിറിയയിൽ നിന്ന് പിൻവലിക്കുകയാണ്. സിറിയ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര യുദ്ധത്തിന് സാക്ഷിയാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ സമീപകാല ഭാവി എന്തായിരിക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്.